ഇതിന്റെ എല്ലാ അടിസ്ഥാനം കോമൺ ധീരൻ സിനിമയാണ്. ധീരൻ സിനിമ അതെ. ധൈര്യത്തിന്റെ ധീരത. നമ്മളെല്ലാവരും നമുക്ക് ഇതിനെല്ലാം ഗുണപാഠം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി ധൈര്യം വേണം. പക്ഷെ ആ ധൈര്യത്തോടൊപ്പം കോമൺ സെൻസ് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയും. അതാണ് ഇത് കോമൺ സെൻസ് ഉള്ള ഒരു കഥയാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ഇതിനകത്തില്ല. കഥാഗതി ആയിക്കോട്ടെ റിയലിസ്റ്റിക് ആണ്. വളരെ സത്യസന്ധമായ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ പരസ്പര സ്നേഹം, ഐക്യം, എല്ലാം ഉണ്ട്. ത്യാഗമുണ്ട്, ദുരന്തമുണ്ട്. പിന്നെ ചില പ്രേമത്തെക്കുറിച്ചുള്ള സങ്കല്പം നായകന്റെയും രാജേഷിന്റെ കഥാപാത്രത്തിന്റെ സങ്കല്പമല്ല, എൽദോയുടെ സങ്കല്പമല്ല. അവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രേമത്തെക്കുറിച്ച് രണ്ട് രീതിയിലാണ് കാണുന്നത്. ആ രണ്ട് രീതിയിൽ കാണുന്നുണ്ടുള്ള ചില പ്രശ്നങ്ങളിൽ എൽദോ ചെന്ന് പെടുന്നുണ്ട്. ധീരൻ. ആ രീതിയിൽ എൽദോ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതും എൽദോയോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ്. അല്ല, അങ്ങനെ നാട് വിട്ട് പോകാനുള്ള അതിന്റെ കാരണക്കാരൻ ഈ അബ്ബാസ് ജയകൃഷ്ണ കാരണമാണ്.